മുത്തുമണികളെ കണ്ടോളി. കല്യാണത്തിൻ്റെ തലേന്നത്തെ ദിവസത്തെ വർക്കാണ് ഈ വീട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ശരിക്ക് കണ്ടോളി. മുത്തുമണികളെ മാഷാല്ലാ കല്യാണത്തിന് ഒരുങ്ങിട്ടോ. കണ്ടോളി വർക്ക് കണ്ടോളി. ആദ്യം നമുക്ക് കുറച്ച് ജനവാദികളുണ്ട് കേട്ടോ. ഫുള്ളിൽ ഇതാണ് ഇതിൻ്റെ ബിഫോർ കണ്ടില്ല അവസ്ഥ. പുറത്ത് കാണാൻ നോക്കി ആകെ ബററാണ്. അങ്ങനെ നമ്മൾ വർക്ക് ചാട്ടാക്കിട്ടോ മുത്തുമണികളെ. കണ്ടോളി ഫുള്ള് ജനാതിരില്ല. ഒരു 6 ജനവാദിൽ നമ്മൾ തോത്തിന് കേട്ടോ. അതിൻ്റെ ആഫ്റ്റർ കണ്ടോളി നിങ്ങൾ സെറ്റല്ലേ. ആയ് വല്ലാത്ത മതി. പെരക്കാർ പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്ത്. പിന്നെ അത് അടുത്തൊരു ജനാദിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ. ഉള്ളിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ പറ്റങ്ങത്തി. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ കണ്ടാണ് പെരക്കാരെ കിളിയാണ് പോയി. ഗ്ലാസ് ഉണ്ടോയെന്ന് ചോദിച്ചത് ആഫ്റ്റർ. വല്ലാത്ത മതി. കണ്ടലുകൾ വായ കണ്ടലുകൾ സെറ്റാക്കി കൊടുത്തേ. അതാണ് നമ്മളെ വർക്കിൻ്റെ പവർഫുൾ. പിന്നെ അതാ കോണിൻ്റെ അജ്ജ് മരത്തിൻ്റെതാണ്. അതിമേലൊക്കെ പൊടിയും കാര്യമുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് അടി മുതൽ മുകൾ വരെയാണ് തോത്തി സെറ്റാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ തോത്തി കൊണ്ടിരിക്കണം മുത്തുമണികൾ. അതിന് പിന്നെ ബിഫോറിനുള്ള ബോപ്പില്ല, അതുകൊണ്ട് നമ്മൾ തോത്തി കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ ഒരു മിറർ ഗ്ലാസ് കണ്ടല്ലേ, ഡൈനിങ് ഹാളിലെ വാഷ് ബേസിൻ്റെ അവിടെ. അത് പറ്റങ്ങത്തിന്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ കാണിച്ചാൽ തന്നാലോ സെറ്റ് ഇതാ മിന്നുന്നത് കണ്ടല്ലേ. സെറ്റാക്കി കൊടുത്ത് വാഷ് ബേസ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത്. പിന്നെ നമ്മൾ നേരെ ആ പുതിയാപ്പളുടെ റൂമത്തെ ഒരു ബാത്റൂം ഉണ്ട് കണ്ടില്ലേ. പണി കഴിഞ്ഞിട്ടുള്ളൂ. ഈ ചുമരുകൾ ഫുള്ള് പൊടിയാണ്, തുടച്ചെടുത്താൽ മതി. പിന്നെ അടിഭാഗത്ത് കണ്ടെങ്കിൽ കണ്ടില്ലേ പണി നടന്നുകൊണ്ടുള്ള ഭാഗമായിട്ടുള്ള ഒരുപാട് ഇതിമേലെ കണ്ടെങ്കിൽ ഫുള്ള് പൊടിയാണ്. നമ്മൾ വർക്ക് ചാട്ടാക്കിട്ടോ കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം 2-3 നമ്മൾ തുടച്ചാൽ വൃത്തിയാകുന്നുണ്ട്. അത് നിൽക്കാൻ നമ്മൾ ചെയ്യുന്നത് പുതിയ ടൈൽസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ കണ്ടോളി കണ്ടില്ലേ തെളുങ്ങണതാണ്. പിന്നെ നമുക്കൊരു 5 ബാത്റൂം കൂടെ ടോട്ടൽ കേൾക്കാനുണ്ട്. 5 ബാത്റൂം ഓരോ ബാത്റൂം കേൾക്കണേ അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂം. പല ബാത്റൂമുകളും പല വൃത്തിയിലാണ്. ഇതൊന്നും അത്യാവശ്യം ബിഫോറുള്ള ബോപ്പില്ല, അത്യാവശ്യം ക്ലിയറുണ്ട്. 5 ബാത്റൂമിൻ്റെ ചുമരും അടിയും ക്ലോസറ്റൊക്കെ നമ്മൾ കഴിയുന്നത്. പിന്നെ ഒരു ബാത്റൂമിൻ്റെ അവസ്ഥ പറ്റങ്ങത്തിന്. ഇതിൻ്റെ ബിഫോർ ശരിക്കണ്ടോ കേട്ടോ. ഇതിൻ്റെ ആഫ്റ്റർ നമ്മൾ കണ്ണ് തൊണ്ടുകൊണ്ടുണ്ട് പറ്റങ്ങത്തിന് കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ചുമരൊക്കെ അങ്ങത്തിന്. അങ്ങനെ അതിൻ്റെ ആഫ്റ്റർ കണ്ടില്ലേ തെളിക്കാണ് കൊടുത്ത് നമ്മൾ പെരക്കാർക്കാണ് തിരുപ്പതി ആക്കി കൊടുത്ത്. കക്കൂക്കാണ് കടന്ന് കടന്നുറങ്ങാൻ തോന്നുന്നു കണ്ടില്ലേ. വാഷ് ബേസൊക്കെ ഇപ്പോൾ ക്ലോസറ്റൊക്കെ അടി കണ്ടില്ലേ. ക്ലോസറ്റ് പുതിയ ക്ലോസറ്റ് എങ്ങനെയുണ്ട്, സെറ്റാക്കില്ലേ. ഇതാണ് നമ്മളെ വൈബ്. ഇങ്ങനത്തെ 5 ബാത്റൂമിൻ്റെ ഫുൾ കംപ്ലീറ്റ് പണി. പിന്നെ നമുക്കിത് പുറത്ത് ആ കാണുന്ന പുല്ലിലെ കള കംപ്ലീറ്റ് ചണ്ടി ചമ്മൽ കണ്ടില്ലേ. ഈ കാണുന്ന പുല്ലുകളൊക്കെ പറിച്ചെടുക്കുക കണ്ടില്ലേ. ഈ കാണുന്ന പുല്ല് അങ്ങനെ നമ്മൾ വർക്ക് ചാട്ടാക്കിട്ടോ. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ കാണിച്ചരാ. വർക്ക് അങ്ങനെ ചാട്ടാക്കി കൊണ്ടിരിക്കുകയാണ്. പുല്ലിലെ കളർച്ച് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആഫ്റ്റർ ഉണ്ടല്ലേ. പുല്ലൊക്കെ കണ്ട് വൃത്തിയൊക്കെയുള്ള പൊന്തിക്കണ കളകളും ഈ വാണ പുല്ല് അവിടെയുള്ള ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് ഫിനിഷായി. പിന്നെ മിറ്റടിച്ച് തരാണ്ടല്ലേ. മിറ്റടിച്ചാൽ ഒരുപാട് ചണ്ടും ചമ്മലുണ്ട് മിറ്റത്തെ മുത്തുമണികളെ. അതൊക്കെ സെറ്റാക്കില്ല നമ്മൾ. അങ്ങനെ നമ്മളിത് അടിച്ച് തരി കൊടുക്കണേ. അടിച്ച് വരികൊണ്ടിരിക്കുകയാണ് മുത്തുമണികളെ. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ കാണിച്ചു തന്നാലോ. ഇതാ സെറ്റായി കണ്ടല്ലേ മിയ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫൈനൽ വർക്ക് ഒരു ഗ്ലാസിൻ്റെ മുകളിലത്തെ നിലയിൽ നോക്കി അടിക്ക് നോക്കിയാൽ കാണണ്ടേ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും നമ്മൾ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താൽ അതിൻ്റെ ബിഫോർ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ വർക്ക് ചാട്ടാക്കി അതിൻ്റെ ആഫ്റ്റർ ഇതോടെ നമ്മൾ വൈബ് ഫിനിഷ് ആയിട്ടോ. ലംഘനത അവിടെ ഗ്ലാസ് ഉള്ളതെന്നല്ല. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാൻ മുത്തുമണികളെ.